ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയേഴ്സിലെ അഡ്വാൻസ്ഡ് GTT ഓർഡേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് ടേബിൾ ഓപ്പൺ ചെയ്ത് ഓർഡർ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ GTT എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ GTT ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്ത ദിവസം മുതൽ അടുത്ത ഒരു വർഷം വരെ ഈ ഒരു ഓർഡർ നമ്മുടെ ഓർഡർ ബുക്കിൽ ഉണ്ടാവും. സാധാരണയായിട്ട് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് പോകാറാണ് പതിവ്. അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ GTT ഓർഡർ ആണെങ്കിൽ നമ്മൾ പൊസിഷൻ ട്രേഡിങ്ങിനൊക്കെ നല്ലതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്സിന് സപ്പോർട്ട് ലെവൽ കണ്ടുപിടിച്ചിട്ട് ആ ലെവൽസിൽ നമുക്ക് ബൈ ഒക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇത് റിലയൻസ് ആണ്. അപ്പോൾ റിലയൻസ് ഇപ്പോൾ 2923 ലെവലാണ് ട്രേഡ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ ചാർട്ട് നോക്കിയിട്ട് നമുക്കിവിടെ മനസ്സിലായി ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2890 ഒരു ബൈ ഇട്ട് വയ്ക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഓർഡർ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം, GTT സെലക്ട് ചെയ്യാം. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യേണ്ടത് അതോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മളിപ്പോൾ 2891 അപ്പോൾ 2891 ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെയും 2891 ടൈപ്പ് ചെയ്ത് നമ്മളിവിടെ ടിക്ക് കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഓർഡർ നമ്മുടെ ഓർഡർ ബുക്കിൽ വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു ഓർഡർ, അതായത് റിലയൻസ് 2891 വരാണെങ്കിൽ നമുക്ക് ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്കൗട്ട് ബൈ ആണ് വേണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി, അതായത് 2952 മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബൈ വേണമെങ്കിൽ അതും നമുക്ക് GTT ആയിട്ട് ഇടാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് GTT സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് 2953 സെലക്ട് ചെയ്യാം. ഇവിടെയും അതുപോലെ 2953 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആയിട്ട് കിടക്കുന്നതായിരിക്കും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ മാർക്കറ്റ് എപ്പോഴാണ് ഈ 2953 ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് GTT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു കൊല്ലം വരെ ഈ ഒരു ഓർഡർ വാലിഡ് ആയിരിക്കും. ഇനി ഇതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് GTT ഓർഡർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൽ OCO ഓർഡർ ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഓൾറെഡി പൊസിഷൻ ഉണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ എനിക്ക് റിലയൻസിൽ ഓൾറെഡി ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതിന് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെൽ ഓർഡർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ GTT സെലക്ട് ചെയ്യാം, OCO സെലക്ട് ചെയ്യാം. അപ്പോൾ OCO ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയി പോകുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓർഡർ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഞാൻ ഇവിടെ ഓർഡർ ഇട്ട് വെച്ചു. ഇനി 2952 ഞാൻ ടാർഗറ്റ് ഇട്ട് വയ്ക്കാമെന്ന് വയ്ക്കാം. 2952 ടാർഗറ്റ് ഇട്ട് വയ്ക്കാം. അതിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 2850 ആണെങ്കിൽ 2850 നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ടിക്ക് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ രണ്ട് ഓർഡറും ഓർഡർ ബുക്കിൽ പ്ലേസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് ആദ്യം നടക്കുന്നത്? ഇപ്പോൾ മാർക്കറ്റ് 2952 ഹിറ്റ് ആവുമെങ്കിൽ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ആയി പോകുന്നതാണ്. അതല്ല, മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓർഡർ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്യാം. നമ്മൾ ഫുൾ ടൈം മാർക്കറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ഉണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 ക്വാണ്ടിറ്റിയാണ് റിലയൻസ് ഉള്ളതെങ്കിൽ എനിക്ക് 5 ക്വാണ്ടിറ്റി മാത്രം സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ വെച്ചാൽ മതിയെങ്കിൽ ഞാൻ 5 ക്വാണ്ടിറ്റി ഇവിടെ സെലക്ട് ചെയ്താൽ മതി, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും. ഓക്കെ, അപ്പോൾ ഈ 5 ക്വാണ്ടിറ്റി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഓർഡേഴ്സിൽ 5 ക്വാണ്ടിറ്റി മാത്രമായിരിക്കും ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഹിറ്റ് ആവുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഓർഡർ പ്ലേസ് ചെയ്യാം. അടുത്ത 5 ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു ടാർഗറ്റിലും സ്റ്റോപ്പ് ലോസിനും പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അഡ്വാൻസ്ഡ് GTT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേ സമയം നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചാർട്ടൊക്കെ നോക്കി ലെവലൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ GTT ആയിട്ട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഈ ഒരു ടെർമിനലിന് മുന്നിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓർഡർ ആ ലെവൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് GTT ഓർഡർ പൊസിഷൻ ട്രേഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.